വിഗതകുമാരൻ മുതൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വരെ എത്തി നിൽക്കുന്ന മലയാള സിനിമ. പ്രഗത്ഭരായ ഒരുപാട് നടീനടന്മാരെ, എഴുത്തുകാരെ, സംവിധായകരെ, സംഗീതജ്ഞരെ, സാങ്കേതിക വിദഗ്ധരെ ലോകത്തിന് സമ്മാനിച്ച മലയാളം സിനിമ. മലയാളിക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒട്ടനവധി ചിത്രങ്ങൾ നൽകിയ മലയാള സിനിമയ്ക്ക് ഞങ്ങളുടെ എളിയ സമർപ്പണം. കൈരളി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു OMKV, ഓർമ്മകളിലൂടെ മലയാള സിനിമ കടന്നുവന്ന വഴികൾ. പ്രേംനസീറും സത്യനും ജയനും ഷീലയും ശാരദയും ജയഭാരതിയും അരങ്ങുവാണ് കാലം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളർ സിനിമകളിലേക്ക് മലയാള സിനിമ ചുവടുവെച്ച കാലം. 1965 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമ എന്ന പെരുമ മലയാളത്തിലേക്ക് എത്തിച്ചു. ആ കാലഘട്ടത്തിലേക്ക് ഒരെത്തിനോട്ടം. 1950 മുതൽ 70 വരെ അടയാളപ്പെടുത്തുന്ന ഒരുപിടി ഗാനങ്ങളുടെ ആവിഷ്കാരവുമായി OMKV ആരംഭിക്കുന്നു. ഓർമ്മകളിലൂടെ മലയാള സിനിമ കടന്നു വന്ന വഴികൾ. നല്ല നോട്ടം. എന്താ? ഓ പിന്നെ എന്റെ അച്ഛൻ വള്ളമതി വാങ്ങിക്കാൻ പോവാ. ഞങ്ങൾക്ക് കുറച്ച് രൂപ തന്നെ സഹായിക്കാവോ? ഇന്ത്യയിൽ എവിടുന്ന രൂപ? ഓ ഇതാണോ ഇന്ത്യ കൊച്ചുമുതലാളി? എന്നെ എങ്ങനെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ വിളിക്കും? പരിക്കുട്ടി. സരി ഞാനങ്ങനെ വിളിക്കില്ല. എനിക്ക് കറുത്തമ്മയെന്ന് ഞാനും വിളിക്കില്ല. പിന്നെ വലിയ കാട്ടി എന്ന് വിളിക്കും. വലിയ കാട്ടിയോ? എല്ലാരും ചൊല്ലണം, എല്ലാരും ചൊല്ലണം. ൊട്ടപ്പം നീ
നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടു നീ കവിളിന തഴുകിയോ നീ വെള്ളിമണിയിലും നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ കള്ളിയവൾ കളി പറഞ്ഞോ കാമുകന്റെ കഥ പറഞ്ഞോ പെയ്ത് കഴിഞ്ഞോ? നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം മനുഷ്യനായ കൊച്ചത് നാം വേണം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം നീയൊരു മലർവാടി മധുമലർ മൊട്ടുകളിൽ പോരാടി വിഴികളാടി ഒന്ന് വെറുതെ ഇരിക്കുന്നു. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം വിൽക്കാറുണ്ട് സ്വപ്നങ്ങളിലൂടെ മമ്മൂട്ടിയും മഞ്ഞിൽ നിറഞ്ഞ പൂക്കളിലൂടെ മോഹൻലാലും മലയാളത്തിലെ താരസിംഹാസനങ്ങൾ കീഴടക്കിയ 80കൾ. പത്മരാജന്റെയും ലോഹിതദാസിന്റെയും മാജിക്കൽ ടച്ച് അറിഞ്ഞ 80കൾ. മീൻ മുതൽ ചിത്രം വരെ മലയാള സിനിമയ്ക്ക് നൽകിയ ഈ കാലഘട്ടത്തിലെ ഒരു പിടി നല്ല ഗാനങ്ങളും മുഹൂർത്തങ്ങളുമാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ. ബന്ധം പുതുക്കാൻ വന്നവരല്ല ഞങ്ങൾ. പിന്നെ അമ്മാവനെ ചതിച്ചു കൊന്നതിന് മൊഴി ചോദിക്കാൻ ഒഴിഞ്ഞിക്കോ ചതിച്ചവനെ. ഇരുമ്പാറ് കെട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കത്തളച്ചൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചലികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാടം നിങ്ങളുടെ നാട്ടിൽ. ആയുധമെടുക്ക്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവണ്ണം.
അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. ഒന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ ബോധിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാതെ ചെങ്ങാതിനും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ അന്നമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവർക്ക് ആരുമില്ല. മടങ്ങിപ്പോ കൊല്ല്. അത് ഞാൻ നിന്നെ കൊണ്ട് തന്നെ പറയും. ഓടിപ്പോയാൽ നിങ്ങൾ ഇനി ഓഫീസിൽ വരും, ബസ് സ്റ്റാൻഡിൽ വരും, അത്രയല്ലേ ചെയ്യുള്ളൂ. അത്രയൊന്നുമല്ല, ഞാൻ മൂന്നും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. What will you do? കേൾക്കണം. 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 വേണം വേണം. എന്നാ കേട്ടോ. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണം. കേൾക്കണോ? നന്നായിരിക്കുന്നു. ഈ മനുഷ്യൻ നാടുള്ള ഇതെന്തൊരു ശല്യം. ഡൽഹിയിലായിരുന്നല്ലേ? ഇപ്പൊ എന്താ വെക്കേഷനാണോ? അല്ല, ഒളിച്ചോടിയതാ. എന്താ ഒരു രസം. ഈ ഡ്രസ്സൊക്കെ ഡൽഹി തയ്പ്പിച്ചാണ്. റെഡിമെയ്ഡ് വാങ്ങിയതാ. ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഈ കണ്ണാടി ഉണ്ടല്ലോ, ഭയങ്കര ബോറാ. കുറച്ച് സ്മോൾ സൈസാ ചേരുന്നത്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാണ്. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. Only your body. I mean the naked body. അങ്ങനെ ഒരു കണ്ണാടി എവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ? ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടതാണ് അഞ്ഞ റോസാപ്പൂവാണ്. തരുന്നോ? ഇല്ല. മൈൻഡ് യു, എന്റെ പേര് ഗേളി എന്നാണ്. ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഞാനത് വാങ്ങും. എന്ത് തെറ്റ് വേണമെങ്കിലും വെച്ചോ.
ഓഹോ കാണാം കാണാം. ആ കാണാം. 90കളിലെ മലയാള സിനിമ പൊന്തന്മാട, വിധേയൻ, മണിച്ചിത്രത്താഴ് തുടങ്ങി ദേശീയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒട്ടനവധി സിനിമകൾ ഉണ്ടായ 90കളെ അനുസ്മരിക്കുകയാണ് ഇനി. ആടുതോമയെയും നാഗവല്ലിയെയും ഗന്ധർവനെയും മലയാളിക്ക് സമ്മാനിച്ച 90കൾ ഇതാ നിങ്ങൾക്കായി.
എനിക്ക് ഇവിടെ കിട്ടി. ഹങ്ങള് എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷ. ശ്രീ അല്ലി പോളം വലി 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 ശ്രീഹല്ലിപ്പള വലി ഏത് അടിയാണ് കൊച്ചില്ല ഒന്ന് കിറുക്കറ് കാണുന്ന ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല. ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാണാൻ ഭാഷയാണ്. എന്താണ് അത് ശരി. വഴി കുത്തിരിക്കാൻ വെച്ച് പോകാൻ പറ്റും. എന്താ ആലോചിക്കുന്നത്? നിന്റെ അമ്മൂമ്മയ്ക്ക് നല്ലൊരു നായരെ കിട്ടുമെന്ന് ആലോചിക്കേ. എന്നിട്ട് കിട്ടിയോ? ഭഗവാനെ, ഞാൻ വഴി പോയി കിടന്നാ അയ്യോ, കാട്ടാനാ ചവിട്ടി കൊന്ന് അതോടെ അങ്ങ് തീരുമല്ലോ. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കിടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു കുഴിയാന കൂടെ വരൂല. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണു കട്ടണം. കാലത്ത് കവലേന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിനക്ക് മുത്തുകോ മുത്തുകോ വല്ലതും പറയാണ്ടേ നേരെ പറയണം. കുറെ നേരമായിട്ട് ഞാൻ കേൾക്കാം. കളിയൊക്കെ നീ ഒരു മുത്തുകവും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറി ചെല്ലം ചെല്ലം താളം തൂമേളം മണിച്ചേരോടി പോലെ ഞാനീ ഇനി കാത്തുണ്ടി പെണ്ണാൾക്ക് താരിയും കൊണ്ടേ വായും ആനം തേടിക്കേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. എഴുത്തിലും അഭിനയത്തിലും സാങ്കേതിക വിദ്യയിലും ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ ഇന്ന് കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പുതുമ നിറഞ്ഞ വിവരണവും തികച്ചും അപൂർവമായ പ്രമേയങ്ങളുടെ തിരക്കഥകളുമായി ന്യൂജൻ സിനിമകൾ ജന്മം കൊണ്ടതും 2000 മുതൽ 2019 എത്തി നിൽക്കുന്ന മലയാള സിനിമയെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്തതായി. റിയലിസ്റ്റിക് സിനിമകളുടെയും സ്പോട്ട് ഡബിങ്ങിന്റെയും ഒക്കെ കാലത്ത് എത്തി നിൽക്കുന്ന നമ്മുടെ മലയാള സിനിമ വന്ന വഴികളിൽ
മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the body baby, patulengi podi.